എന്റെ അമ്മേ. ശശിയേട്ടാ, ശശിയേട്ടാ എഴുതിക്കോ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസും. എല്ലാം ഒപ്പിച്ചു വെച്ച് വന്ന് നിക്കണ നിപ്പ് കണ്ടില്ലേ? മുഖത്തേക്ക് നോക്കടാ. എന്റെ പടച്ചമ്പുരാനെ, എന്റെ ഇത്ത ഈ വർഷം ഇത് 3-ാം തവണയാ. നീ ഇത്ര വലിയൊരാണല്ലേ? നീ വേണ്ടേ നിന്റെ അമ്മയും ഇവിടെ താമസിക്കുന്ന 2 പെൺപിള്ളേരെ നോക്കാൻ? പഴം ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞതാ. അതങ്ങനെ പറഞ്ഞാ കേക്കൂ? അതിന് പഴത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഡാ അടിച്ചിന്റെ തോല് വിളിക്കും ഞാൻ. ഫിലാഡൽഫിയ എന്ന് എന്റെ ജോർജ് ചായ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയും എന്റെ കർത്താവേ. നിന്നെ ഞാൻ വല്ല ബോർഡിങ്ങിനും കൊണ്ടാക്കും, നോക്കിക്കോ. ആദ്യം ആ സൈക്കിൾ എടുത്തങ്ങ് പൂട്ടി വെക്ക്. സൈക്കിളിന് വരുന്ന ലോകത്തെ ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ. ഇവനെ ഇന്ന് ഞാൻ വേണ്ട മറിയ വിട്. ഇവൻ ജനിച്ച അന്ന് മുതൽ എന്റെ നെഞ്ചി തീയ. നിനക്കിനി സ്കൂളും ഇല്ല, ടിവി ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. അറ്റൻഷൻ പ്ലീസ്. ഇനി എന്തെങ്കിലും കഴിക്ക്. ആ കൊച്ചിന് ഇത്തിരി വിശ്രമം കിട്ടട്ടെ. ഇല്ലടാ, നീയൊക്കെ കൂടെ അവനെ കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കിയത്. പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെമ്പിള്ളേരെ കിട്ടിയതുകൊണ്ട് മറയ്ക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇത് മോളുണ്ടാക്കിയതാ. പിന്നെ ഇവക്ക് ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. ഓ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ചായ ആ ഇങ്ങോട്ട് കേറിയെന്ന് വെച്ചേ നിന്റെ സൗന്ദര്യം ഒന്നും കൂടി പോകത്തില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കൂടിപ്പോയാലോ. ഇരിക്കും മോനെ. വേണ്ട, ചായയില് കലോറി കൂടുതലാ. ഓ, കുറച്ചുകൂടെ മിക്സ് ഇത് മാറ്റ്. മറിയാൻഡി വിട്ടേക്ക്. ദാ ഈ വർഷത്തെ കോട്ട കഴിഞ്ഞേ ഇനി അടുത്ത വർഷേ ചാൻസ് ഉള്ളൂ. നിന്റെ മോന്തറ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്. ചത്തുപോയതിന്റെ അപ്പം തിരിച്ചു വന്നാ നീ മൂപ്പന് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു വെക്ക. ഹാപ്പി ആണല്ലോ അല്ലേ ബാബേ? എന്താടാ കണ്ണറിഞ്ഞിരിക്കുന്നത്? ഉള്ളി അരിഞ്ഞ ഏത് മനുഷ്യന്റെയും കണ്ണരിയും. എടാ, ഒരു കഷ്ണം ഉള്ളി എടുത്ത് ചെവിയിൽ വെച്ചിട്ട് അരി കണ്ണരിയൂല. അപ്പൊ പിന്നെ ഇതെന്തുട്ടാ? എന്താണ് പ്രശ്നം? എത്ര ദിവസമായി സാറ് പോയിട്ട്? മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് കരുതിയാൽ പുളിയിലിട്ട ചുട്ടമീൻ, ഇന്നലെ നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ, ഞാൻ തന്നെ നിന്ന് തീർത്തു. വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്ന് വിളിക്കാനായിട്ട് സാറിനൊരു മൊബൈൽ ഫോൺ എങ്കിലും മേടിച്ചൂടെ? എടാ, ഞാൻ മിനിഞ്ഞാന്ന് വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മൂപ്പന്റെ കാര്യം. പുള്ളിക്ക് ചില കാടൻ പൊടിക്കൈകളൊക്കെ അറിയാട്ടോ. ഒറ്റ പ്രാവശ്യം കാണിച്ചെന്നാ മതി, ഞാൻ ഉണ്ടാക്കി തരാം. വിന്നാലും പൊളിച്ചു. സൂപ്പർ. വിനായകർ കറക്റ്റാ. ഒട്ടും മുമ്പോട്ടും അല്ല പുറകോട്ടും അല്ല. നീ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പിട്ടതല്ലേ? അതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പറഞ്ഞു തരില്ല സാറേ. ആഹാ, എന്റെ കൊണ്ട് ചില സീക്രട്ട്. നല്ല കാടൻ വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അടിക്കാൻ വേണ്ടിയാണ്. വാ തരാട്ടാ. അല്ല സാറ് പറഞ്ഞ ശരിയാ, തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടത്. അയ്യോ, ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? ഏയ് മായാകൃഷ്ണൻ വിളിച്ചിട്ടി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ടോ. സാറേ, നമ്മുടെ ശിഷ്യയാ. ഓ ദാ ചേച്ചി, കാട് കുത്തണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കണോ കളവാ. എടോ, ആ കമ്പി എടുത്ത് കുത്തി വെച്ചിട്ട് പോയാ മതി. സാർ, ഒരു ചാൻസ് കൂടി പ്ലീസ്. ചാൻസോ? അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം. ഇപ്പൊ വിട്ടോ സാറേ. ഒന്ന് പുടപ്പൂ. ഈ ബാഗ് താങ്ക്സ്.
ആറ്റിങ്ങലാണോ വീട്? അതെ. ഓ, അതെയോ? എവിടെയോ കണ്ടു മറന്ന മാതിരിയുണ്ട്. ഐ എം മനു. സാർ കാപ്പി കാപ്പി കോഫി? നോ താങ്ക്സ്. നോ താങ്ക്സ്. ആറ്റിങ്ങൽ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. അച്ഛനെ അറിയോ? ഞാൻ ഭാസ്കരൻ നായരുടെ മോളാ, പൂജ നായർ. പിന്നെ ഐ ടോൾഡ് യു വി വർ ഇൻ ബാംഗ്ലൂർ ടുഗദർ, വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതെയോ? അച്ഛാ, എന്താ മോളെ? അച്ഛന്റെ ഫ്രണ്ടാണത്രേ മനു. പിന്നെ എനിക്കറിയില്ലേ മനുവിനെ? വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ മനു? ഹലോ. എടി ഓമനെ, നിനക്കറിയില്ലേ മനുവിനെ? മനു അല്ലേ? ഇട സതീശേ, മനുവിനെ നീ അറിയില്ലേ? പിന്നെ എനിക്കറിയില്ല മനുവിനെ. മനു ഭയങ്കര ചൂട്. ഇതാണോ പൊടിച്ചായ? 10-20 വർഷമല്ലേ പണി തുടങ്ങിയിട്ട്. എന്ത് ചായ? കണ്ണൻ ദേവനാണെന്ന് തോന്നുന്നു. ഓ, കോമഡിയാ? ഈ വർഷത്തെ ലാസ്റ്റ് കോമഡിയാണേ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞല്ലേ സാറേ? 44 കൊല്ലം ജീവിച്ചു എന്ന് പറയാം. 44 കൊല്ലം മരിച്ചു എന്നും പറയാടോ. മൂത്ത മോള് +2 കഴിഞ്ഞേ. അപ്പോ കെട്ടിച്ചൂടാറായി. നേരത്തെ കെട്ടിയതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോ മോൾ അങ്ങോട്ട് കെട്ടിച്ചു വിടാം. അല്ല, സാർ എന്താണ് കല്യാണം കഴിക്കാത്തത്? അല്ല, താൻ എന്തിനാ കല്യാണം കഴിച്ചേ? ഹാപ്പി ന്യൂ ഇയർ. പിള്ളേര് ന്യൂ ഇയർ മണി തുടങ്ങി. ഇത്തവണ ബിവറേജ് കോർപ്പറേഷൻ റെക്കോർഡ് തിരുത്തും. എന്താണ് കോയ ന്യൂ ഇയറിന്റെ പരിപാടികൾ? എന്ത് പരിപാടി? ബീവിയുടെ ബിരിയാണി. ദമ്മ? എന്ത് പഴയ ദമ്മൊന്നുമില്ല. മുജീബേ, ഒരു ഊളച്ചായതാ. അങ്ങനെ ഓരോരുത്തരുടെ പേര് ചായ ഒന്നും ഉണ്ടാവൂല. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ചായ ഉണ്ട്. ഞാൻ പോട്ടെ സാറേ. കോയ ഒന്ന് നോക്ക്. അതാ മൂപ്പനെ അന്വേഷിച്ചായിരിക്കും. അല്ല, ആ പേപ്പേഴ്സ് മൂവ് ചെയ്യണ്ടേ? അത് കുറച്ച് ദിവസം കഴിയട്ടെ. അയാളെ കൊണ്ട് വേറെ കുറച്ച് പണിയുണ്ട്. കുഴപ്പാവോ സാറേ? ഒന്നുമില്ലടോ, താൻ പേടിക്കാണ്ടിരിക്കും. സാറേ, അപ്പൊ എന്താ ന്യൂ ഇയർ പരിപാടി? എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളം അടിച്ച് വെള്ളമടി നിർത്തുന്നു. അത് തന്നെ പരിപാടി. ഹാപ്പി ന്യൂ ഇയർ. നിന്റെ ഡാഡി പിള്ള വിളിച്ചിട്ടുണ്ടായിരുന്നു. പണി അന്വേഷിക്കുന്നത് കൊള്ളാം. ഒടുക്ക എനിക്ക് പണി ഉണ്ടാക്കരുത്. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഡാഡി കൊണ്ട് വലിയ ശല്യം. ഇതെന്താ പുതിയ സിസ്റ്റർ? കംപ്ലൈന്റ് ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നീ ബാംഗ്ലൂരിന്നാ? യെസ്, ബാംഗ്ലൂർ, എറണാകുളം വഴി തിരുവനന്തപുരം. പറ. എറണാകുളത്ത് മീരച്ചിറ്റയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ ചിറ്റയുടെ രണ്ടാമത്തെ കൊച്ചിന്റെ 28. മമ്മി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഴയ ചുറ്റിക്കളി. പോടെ. കുഞ്ഞനെന്താ പേരിട്ടിരിക്കുന്നത്? കാളിദാസൻ. ചുമ്മാ പറഞ്ഞതാ, അഭിഷേകന്നോ മറ്റാ. നീ എത്ര ആളുണ്ടാവും ഇവിടെ? ജോലി കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ തന്നെയല്ലേ. കിട്ടിയില്ലെങ്കിലോ? ജോലി കിട്ടിയില്ലെങ്കി ചുമ്മാ പറഞ്ഞാടാ. ഇത്രേ ഉള്ളൂടി. ആ റേബാൻ വെച്ച തെണ്ടി എനിക്ക് ഒരു ചാൻസ് കൂടി തന്നിരുന്നെങ്കിൽ. കഴിഞ്ഞ തവണ 3 കുറ്റി പോയി, ഇത്തവണ 1 ഉള്ളൂ. ഇംപ്രൂവ്മെന്റ് ഇല്ലേ? നീ 8 ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആ ഓഫീസറെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചാ മതി. ഈ ലൈസൻസ് ഒക്കെ ഇങ്ങ് തനിയെ വരും. ഓ, നല്ല പ്രായത്തിൽ പറ്റിയില്ല. പിന്നല്ലേ ഇപ്പൊ എന്താ കുഴപ്പം? ചേച്ചിക്കാ പഴയ മിസ് ഇന്ത്യയുടെ ഒരു കട്ടില്ലേ ഇല്ലേ? പഴയെന്ന് വെച്ചാ എത്ര പഴയ? അല്ല, അങ്ങനെയല്ല. കേട്ടോടെ മറിയാൻറ്റി, സുന്ദരി ആയിരുന്നു ഞാൻ. 18ാമത്തെ വയസ്സിൽ ആദ്യത്തെ കല്യാണാലോചന വന്നപ്പോ ഒന്നല്ല 2 കണിയന്മാര് കവടി നിർത്തി കട്ടായം പറഞ്ഞു, ചൊവ്വാദോഷക്കാരിയാ, കെട്ടിയവൻ ആ രാത്രി തേക്കില്ലാന്നു. പിന്നെ പണ്ടേ ഞാനൊരു ഇടുമ്പി ആയിരുന്നല്ലോ. പോരെ ഒരു പെണ്ണിന്റെ ജീവിതം നായ വെക്കാൻ. അവസാനം ഒരുത്തൻ വന്നു, ഒടുക്കത്തെ പ്രേമാണെന്നും പറഞ്ഞു. പെണ്ണല്ലേ, ഞാനും പെട്ടു. ചൊവ്വാദോഷ കേസ് പറഞ്ഞപ്പോ അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കണോന്നും പറഞ്ഞു അവനും പോയി.
ഇപ്പൊ എന്നെ നോക്കുന്ന കണ്ണുകളിലൊന്നും ഞാൻ പ്രേമം കാണുന്നേയില്ല. കാണാറ് കാമം മാത്രമാണ്. പണ്ട് കുറെ കാലം ഞാൻ വിചാരിച്ചു ഞാനൊരു പാട്ടുകാരിയായിരുന്നു. പക്ഷെ ആയിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന്. അതും അല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നീ ഫിറ്റായി. ബാബു എത്ര നാളായി ഇവിടെ? 5 years. വീടോ? കൊട്ടാരക്കര. ഇവിടെ എങ്ങനെ എത്തി? ഞാൻ നമ്മുടെ SBIയിലെ മേനോൻ സാറിന്റെ വീട്ടിലായിരുന്നല്ലോ ആദ്യം. ഓ, പച്ച. എന്നിട്ട് ഈ മേനോൻ സാറിന്റെ മോളെ കാളിദാസൻ സാറ് പെണ്ണ് കാണാൻ വന്നു. ആര്? ഇങ്ങേരോ? നമ്മുടെ കാളിദാസൻ സാറ് തന്നെ. ബാലകൃഷ്ണൻ സാറും ഉണ്ടായിരുന്നു കൂടെ. കാളിദാസന് 2 പെങ്ങന്മാരേ ഉള്ളൂ. അച്ഛൻ പണ്ടേ പോയി. 5 വർഷം മുമ്പ് അമ്മയും. അപ്പോ അമ്മായിമ്മയില്ല, അതാണ് ഹൈലൈറ്റ്. എടുക്കൂ, കഴിക്കൂ. ഉണ്ണിയപ്പം കുട്ടിയുണ്ടാക്കിയോ? അതെ. ഞാനല്ല, കുക്കുണ്ട്. അടുക്കള എവിടെയാ? അവിടെ. ഒരു മിനിറ്റ്. നമ്മളാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്? അതെ. ഇയാള് കൊട്ടാരക്കരക്കാരനാ? പോരുന്നോ എന്റെ കൂടെ? സാറ് ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ടാണോ താമസം? പിന്നെ ഈ സാറിനെ ഞാനെങ്കും പെണ്ണ് കാണാൻ വിട്ടിട്ടില്ല. തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നു ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ മുല്ലപ്പൂച്ചിരിയോ കൺട്രോൾ. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് നിന്റെ മുത്താരം ചിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നോ തനതിന്നത്താനാതിന്നത്താനാതിന്നത്തെന്തിന്നോ. എന്താണ് എന്താണ്? ആരത്? അത് നമ്മുടെ ബാബുവിന്റെ അപ്പനാ. ബാബുവിന്റെ അപ്പനോ? ഇയാളെന്താ ഇവിടെ? പറയാം. നിനക്കെപ്പോഴാ ഇന്റർവ്യൂ? ഇന്റർവ്യൂ? മനു വാടാ ചായ കുടി. എന്താ പൊതിയൊക്കെ ആയിട്ട്? ഇത് പെർഫ്യൂം, ഇത് മൊബൈൽ ഫോൺ. അച്ഛൻ തന്നോട്ടാ. ഇതൊന്നും വേണ്ട, ഇതൊക്കെ വലിയ ശല്യവും.
അയ്യോ ഇത് മാമനുള്ളതായിട്ട് കാണണ്ട. എന്തായാലും ഞാൻ കുറച്ചു നാൾ ഇവിടെ ഉണ്ട്. പരിചയമില്ലാത്ത സിറ്റി. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയാ. എഴുന്നേക്ക്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. ഓ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചാൽ പോയാ മതി. അത് പറ്റില്ല. വാ, ഞാൻ ലേറ്റ് ആവും. നിക്ക്, ഞാൻ ചായ കുടിക്കട്ടെ. എണീക്ക്. ശല്യം. ഓ എന്നിട്ട് പോടാ. ചായ വെക്കട്ടെ സാറേ. ഇറങ്ങി പോടാ. എന്താടാ നിന്റെ ഐശ്വര്യം? വന്ന് കയറി പോലീസ് പിടിച്ചു. ഇന്നിപ്പോ 1-ാം തീയതി ആയിട്ട് തെണ്ടിടാം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ മന്ദാകിനെ എവിടെയും കൊണ്ട് കളയും. മന്ദാകിനിയോ? ആ മന്ദം പോകുന്ന ഈ വണ്ടി മതി. നീ ഓട്ടോയിൽ പോയാ മതി കേട്ടോ. വണ്ടിയെ കുറ്റം പറയുന്നോടാ തെണ്ടി. ഓ അത് ശരി. അപ്പൊ സോമനോളെ ചേട്ടാ ഈ പൈനിയർ പ്ലാസ നേരെ പോയി ലെഫ്റ്റ്. 6th grade 6ാം ക്ലാസ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ്. നിന്റെ ഓരോ ചുവടും ശ്രദ്ധയോടെ ആയിരിക്കും. തൊലഞ്ഞു ഉപദേശി കേട്ടി വിറാജ്. മനു രാഘവ്, നീ ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? പറ. സോറി ശക്തിമാൻ പറ. സോറി ശക്തിമാൻ. അല്ല A²+2AB+B². നീ കൈവിരൽ വായിലെടുത്ത് വിരലിലെ കീടാണൂസ് വായിൽ കൂടെ വയറ്റിൽ ചെന്നെത്തും. വയറുവേദന ഉണ്ടാവും. പിന്നെ ക്ലാസ്സിൽ വരാൻ പറ്റാതാകും. സ്റ്റഡീസ് മുടങ്ങും. അങ്ങനെ ലൈഫ് ഒരു ഫെയിലിയർ ആയി മാറും. മനു രാഘവ്, നീ ഇവളെയാണോ പ്രേമിക്കുന്നത്? I feel so sorry for you, man. Success doesn't come after you. You have to go behind it. I can't believe this. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഇതിനെ ബേസ് ചെയ്തിരിക്കും നിന്റെ അങ്ങോട്ടുള്ള ജീവിതം. ഓരോ സ്റ്റെപ്പും വളരെ ദൃഢനിഷ്ഠയോടെ അണ്ടർസ്റ്റാൻഡിങ് മീ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താണോ തനിക്ക് കണ്ണുണ്ടൂടെ? താങ്ക് യു. സോറി. അതിന് അലമാരിയിലാണ്. സർ വൺസ് മോർ പ്ലീസ്. ഓക്കെ. അതിന് അലമാരിയിലാണോ ഇതൊക്കെ മായ, കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കാം. അതിന് അലമാരിയിലാണോ ഇതൊക്കെ വെക്കുന്നത്? വൺസ് മോർ. അതിന് അലമാരിയിലാണോ ഇതൊക്കെ വെക്കുന്നത്? മായ ടയർഡാണോ? കുറച്ച്. നല്ല ഹാങ് ഓവർ ഉണ്ടല്ലോ. എനിക്കും ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ സാർ? ഓക്കെ, ടേക്ക് എ ബ്രേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ സർ. പിന്നെ പച്ച മലയാളം സംസാരിക്കുന്ന നായികമാർ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ സാർ അന്യഭാഷ സംസാരിക്കുന്ന നടിമാരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അക്രമം കാണിക്കുന്നേ? നമുക്ക് ലുക്സ് വേണ്ടേ? അതിവിടെ കിട്ടില്ലല്ലോ. മായക്കാണെങ്കിൽ മിനിമം ശബ്ദമെങ്കിലും ഉണ്ട്. അതെന്താ മിനിമം ശബ്ദം? ഒന്നുമില്ലേ, ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം. വിട്ടോ മച്ചാനെ. കണ്ണടി വെച്ചിട്ട് ഇറങ്ങിക്കോളും. ഹലോ ചേട്ടാ, തട്ടിൽക്കുട്ടി ദോശയില്ലേ, അതൊരു 6 അയക്കണേ. പിന്നെ നിങ്ങളുടെ ഗാർലിക് ചട്നിയും. എന്റെയോ? ദോശ നന്നായി മൊരിയണം. പിന്നെ ചമ്മന്തിപ്പൊടിയും. ലേറ്റ് ആവരുതേ. അഡ്രസ് എഴുതിക്കോ. തോപ്പിൽ ഹൗസ്, പാളയം. ഓക്കെ? ബാബേ, ഇതെന്താ ഈ തട്ടില് കുട്ടി ദോശ? എന്ത് വരിക്കാശ്ശേരി വരെ കിട്ടില്ലെന്നോ? നടക്കില്ല, ഷൂട്ടിംഗ് നടക്കില്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. മായ, ഒരു ബർഗർ കഴിക്കുന്നു? വേണ്ട സർ, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ഓ, ദോശയാണോ മായയുടെ ശബ്ദത്തിന്റെ രഹസ്യം? ഹലോ, ഈ വരിക്കാശ്ശേരി മനെ നമുക്ക് സെറ്റ് ഇട്ടാലോ?
വാ വാ, ക്ഷീണം കാണും. ഇന്റർവ്യൂ തുലച്ചതല്ലേ? ഓ ഇത് പോയാ വേറൊന്ന്. നീ അടിക്കണല്ലേ? ഈ കൂതർ റമ്മല്ലേ എനിക്ക് വേണ്ട. എന്താടാ റമ്മിനോട് എത്ര പുച്ഛം? എനിക്കൊരു പുച്ഛം ഇല്ലായേ. അരമണിക്കൂറായി ദോശ ഓർഡർ ചെയ്തിട്ട് വിശന്നിട്ടാടോ വിളിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ? തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ മൂക്കി കയറ്റുവോ? ഹലോ, എക്സ്ക്യൂസ് മീ. നമ്പർ നോക്കി വിളിക്കടി കച്ചറേ. താൻ എന്നെ കളിയാക്ക വരുന്നോ? അതെ. ഒരു ഫോൺ മേടിക്കാനും അത് ചെകിട്ടിൽ വെച്ച് നടക്കാനും തന്നെ പോലെ ഏത് കൊശവനും പറ്റും. നിർത്തടി, നിനക്ക് അറിയില്ല ഞാൻ ആരാന്ന്. എനിക്കറിയാം നീ ആരാണെന്ന്. ആണാണെന്നും പറഞ്ഞ് മീശയും താടിയും വെച്ച് നടക്കുന്ന ജന്തു. കളിക്കല്ലേ, കളിച്ചാ ഞാൻ തീറ്റിക്കേ പുളിമാങ്ങ കാണാ എനക്ക്. തന്നെ പോലുള്ള പരനാറികൾക്കൊരു വിചാരമുണ്ട് ഏത് പെണ്ണിനെയും പുളിമാങ്ങ തീറ്റിക്കാവുന്ന്. ആ മാങ്ങ താൻ ഉപ്പിലിട്ട് വെക്കേ, തന്റെ 16 വിളമ്പ തിണ്ടി. എടി പുന്നാര മോളെ, 16 അമ്മൂമ്മട പോടാ മരപ്പട്ടി. പൊടി കരിങ്കളി വെച്ചിട്ട് പോതേ പുല്ല. എന്താ പ്രശ്നം? ആരാ ഫോണില്? ഹോട്ടലാണെന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചേതോ ഹതഭാഗ്യായ പെണ്ണ്. ഹലോ. ഹലോ, ഞാനാ ദോശ. ഇന്നലെ നമ്പർ മാറിപ്പോയി, സോറി. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ശരി. ആ ശരി. പിന്നെ എന്താ ഈ പിന്നെ ഈ തട്ടിലെ കുട്ടിദോശ എവിടെ കിട്ടുക? അവിടെ തെറ്റു പറയാൻ പറ്റില്ല. പൊളിച്ചു മോനെ. ഇല്ലടാ ബാബു, കലക്കി. ഒരു രക്ഷയില്ലട്ടാ. എന്നാലും നമ്മൾ ഈ സാർ അറിയാണ്ട് പോയല്ലോ സാറേ, അല്ലേ? ഹലോ, ഓർമ്മയുണ്ടോ? എന്താ? ഹേയ്, ഒരു താങ്ക്സ് പറയാൻ വേണ്ടിട്ട് വിളിച്ചാ. എന്തിന്? കുട്ടി പറഞ്ഞ തട്ടിലെ കുട്ടിദോശ കഴിച്ചു. ഉഗ്രൻ. താങ്ക്സ്. ആണോ? ഗാർലിക് ചട്നി ഉണ്ടായിരുന്നോ? അതാണ് കോമ്പിനേഷൻ. അതെ. എന്താ കുട്ടിയുടെ പേര്? മായ. പിന്നെ ഞാനത്ര കുട്ടിയൊന്നുമല്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. സിനിമയിലാണോ? അതെ. ആ ഫാൻസുകാർക്ക് ഫ്ലെക്സ് അടിക്കാൻ കാശ് കൊടുത്തേക്ക്. ഇപ്പൊ അവരെന്നെ വിളിച്ചേ ഉള്ളൂ. ശരി സാർ. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചേക്ക്. ഹലോ, ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാ. ഓ, എന്തായാലും യുദ്ധം തുടങ്ങി വെച്ച ദോശ തന്നെ യുദ്ധം അവസാനിപ്പിച്ചു. ഇതുപോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേക്കുണ്ട്. 4 ദിവസം കൊണ്ട് അതുണ്ടാക്കുന്നത്. ഓ, തുടങ്ങി ഹിസ്റ്ററി. ഇയാളിത് കുളമാക്കും. ഏയ്, സാറങ്ങനൊന്നും ചെയ്യൂല. കാളിദാസൻ, കാളിദാസൻ, കാളിദാസൻ. യെസ്, കാളിദാസൻ. മായ, ഇരിക്കൂ. മായ, ചായ. ചായ. ഒരു ചായ. ഹലോ, കാളിദാസൻ. മായ, വരൂ. ഏകദേശം എത്ര സിനിമയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ടായിരിക്കും? ഒരു 10-100. ഓ, ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഈ സംശയം തോന്നുന്ന സ്ഥലങ്ങളൊക്കെ കുഴിച്ച് പഴയ ചട്ടി, ചിരട്ട, കൗതുകവസ്തുക്കളൊക്കെ കഴുകി വൃത്തിയാക്കി മ്യൂസിയത്തിൽ കൊണ്ടുവെക്കും. എന്നിട്ട് അത് പബ്ലിക്കിന് ടിക്കറ്റ് എടുത്ത് കാണാലോ. ഇവിടെ മ്യൂസിയത്തില് ടിക്കറ്റിന് 15 രൂപയെന്ന് തോന്നല്ലേ? അതെ. ഞാൻ ഒരുപാട് സിനിമകളൊക്കെ കാണാറുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത്? അഴകിയ രാവണൻ. അതിലാ വെണ്ണില ചന്ദനക്കിണ്ടെന്ന് പറഞ്ഞ പാട്ടില്ലേ, ആ പാട്ടില് കാവ്യമാധവൻ മരത്തിലിരിക്കുന്ന ആൺകുട്ടികളെ നോക്കി കുരങ്ങന്മാരുടെ പടം വരയ്ക്കുന്നില്ലേ? ആ, അങ്ങനെ ഒരു സീനുണ്ട്. അതിലിങ്ങേറ്റത്തിരിക്കുന്ന കുരങ്ങൻ ഞാനാ. ആ പയ്യൻ ഞാനാ. IELTS കോച്ചിങ്ങിന് പോകാറുണ്ടോ?
യെസ്, പാർട്ട് ടൈം ആയിട്ട്. ഓ, എവിടെ? ചന്ദ്ര ടവറില്. ക്ലാസ്സിന് ലേറ്റ് ആവും, ഞാൻ പൊയ്ക്കോട്ടെ. ഓക്കെ. ഫോൺ നമ്പർ മാറിയിട്ടില്ലല്ലോ, അത് തന്നെയല്ലേ? ഓ, ഓക്കെ. ബൈ. ബൈ. ലൈഫ് ഇസ് കോളിംഗ് യു. നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ആ വിളി കേൾക്കണം. യു നോ വൈ? Once you miss the chance, you just can't survive in this damn competitive world. KT Mirage. Manu Raghav? 1 minute. Manu Raghav? KT Mirage. നീ എന്താ ഇവിടെ? ഒരു ഇന്റർവ്യൂ ഉണ്ടടാ. എന്താ പാക്കേജ്? ജോലി കിട്ടിയിട്ടില്ലടാ. ഓ സോ സോറി ഫോർ യു മാൻ. ഞാൻ ഇവിടെ മണിക്കൂർ കണക്കിനാ ചാർജ് ചെയ്യുന്നു. ഓഹോ, നിന്റെ പേപ്പേഴ്സ് എല്ലാം കിട്ടിയോ? പിന്നെ ഒരെണ്ണം കൂടെ കിട്ടാണ്ട്. Only one? 2 അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഏയ്, വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ടാ. ആരാ, അച്ഛനാ? അല്ല, ഞാനാ. ബെസ്റ്റ്. ഞാൻ നിന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് നിനക്ക് വിരോധമില്ലല്ലോ? ഏയ്, നീ വരണം. എന്റെ പുതിയ 2 തിയറീസ് ഉണ്ട്, നീ അത് കേക്കണം. എന്നാ ശരി, ഞാൻ പോട്ടെ, കുറച്ച് ധൃതിയുണ്ട്. 1 മിനിറ്റ്, നീ വെയിറ്റ് ചെയ്യ്. ഇതെന്റെ കുറച്ച് ബുക്സ് ആണ്, ലേറ്റസ്റ്റ് എഡിഷൻ. നിനക്ക് ആവശ്യം വരും. ഓ ശരി, പോട്ടെ. ഓ, ഫോണിൻ പ്രോഗ്രാമിലാണോ? അല്ല, കുളിച്ചിട്ട് നനഞ്ഞ ടവൽ ബെഡിലേക്ക് ഇടരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ ഫ്ലോർ മുഴുവൻ നിന്റെ മുടിയാ, അറിയോ? അതിന് ചേച്ചിയുടെ അല്ലേ മുടി കൊഴിയുന്നേ. ചേച്ചി ചേച്ചി, എനിക്ക് മാഗി ഉണ്ടാക്കി തരോ പ്ലീസ്? ചേച്ചി പ്ലീസ്. നിന്റെ അമ്മച്ചി ഇല്ലേ അവിടെ? ചുട്ടി കുത്തി കഴിഞ്ഞെങ്കിൽ ഉണ്ടാക്കി തരാൻ പറ. പോടാ അവിടുന്ന്. നീ വാടാ, അവരേത് കുടുംബശ്രീയിൽ ഡബ് ചെയ്തിട്ട് വന്നിരിക്കാം. ഇടി മോന് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഒന്നുമില്ല. എന്നാലും അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എന്നെ പിടിച്ച് കേട്ട്. നോക്കട്ടെ, ഞാൻ രക്ഷിക്കാം. ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ചോര. ഞാനൊരു ആംബുലൻസ് വിളിക്കാം, ഒരു ഓട്ടോ വിളിക്കാം. ഓട്ടോ. എന്ത് പറ്റി? ആക്സിഡന്റ്. അങ്ങോട്ട് കിടത്തി. അല്ല, സ്ലിപ്പായതാ.
ഡോക്ടർ ബ്ലഡ് വേണ്ടി വരും ഡോക്ടർ. താനൊന്ന് പുറത്തേക്ക് ഇരുന്നേ. സിസ്റ്റർ, സിസേഴ്സ് എടുത്ത ഈ പോർഷനിലെ ക്ലോത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്തേ. ഡോക്ടർ സർജറി വേണ്ടി വരും ഡോക്ടർ. ഏതിൽ പേപ്പർ സൈൻ ചെയ്യണോ? തന്നോടല്ലേ പുറത്തേക്കാൻ പറഞ്ഞേ. എടോ, കുട്ടിക്ക് ചേഞ്ച് ചെയ്യാൻ വല്ലതും മേടിച്ചോണ്ട് പോരെ. തന്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാവൂ. എന്ത് വേണം? ഏതാണ്ടൊരു ഇത്ര ഇല്ല, ഒരു 10-24 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ എല്ലാ ഡ്രസ്സും വേണം. കുട്ടി തുണിയില്ലാണ്ട് നിൽക്കാണോ? അതെ, ഇപ്പൊ പിറന്നു വീണതേ ഉള്ളൂ. എടുക്കണോ? എടുക്കോ. വാടാ. ബിസി ആണെങ്കിൽ പൊയ്ക്കോ. ബൈ. താങ്ക്സ്. മനു വാടാ. വരാടാ പട്ടിപ്പു. വോ ഓസം മാൻ. ഞാനാണെന്ന് കരുതിയ അവളിപ്പോ കാണാന്ന് സമ്മതിച്ചത്. എന്നിട്ട് അയാളുടെ ഒരു സന്തോഷം. നീ എന്റെ അമ്മാവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണ്ട. ചക്ക വരട്ടിയതുപോലെ ഇരിക്കും അയാളുടെ മുഖം. അയാളെങ്ങാനും അവളെ കെട്ടിയ നീ അവളെ അമ്മായി എന്ന് വിളിക്കേണ്ടി വരും. എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യടാ. ഏയ് ഷർട്ട് താഴെ വീഴും. പോടാ, എന്റെ ലൈഫ് തന്നെ താഴെ വീഴാൻ പോവാ. അവര് ഫോണിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടതാ. അയാളെ കണ്ട അവക്ക് സഹിക്കൂലടാ. പിന്നെ നിന്റെ പ്രശ്നം അവര് കാണട്ടെ. വിശ്വസിക്കാൻ പറ്റില്ലടാ. കറുമ്പനാണെങ്കിൽ അയാളുടെ ശബ്ദം ഉക്കരന. അയാൾ അവളെ പറഞ്ഞു വീഴ്ത്തു. അവള് പാവാടാ. പാവാടയോ? നീ കുറഞ്ഞ കോമഡി അടിക്കല്ലേ. മനു, ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ച് കേക്ക്. എനിക്ക് നിന്നെ അറിയാം. നീ ഒന്നും നോക്കണ്ട. ഇന്ന് തന്നെ സ്ഥലം വിട്ടോ. യു ജസ്റ്റ് കാൺട്ട് ഹാൻഡിൽ ദ സിറ്റുവേഷൻ. യു നോ വൈ? വേണ്ട. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയാം അയാളോട് പോയി പണി നോക്കാൻ. അവൾ എന്റെ പെണ്ണാണെന്ന്. നീ ഈ നാട്ടുകാരെ മുഴുവൻ ഉപദേശിച്ച് നശിപ്പിക്കും. പട്ടിച്ചേറ്റ. എന്ത് പറ്റിയടാ നിനക്ക്? ജോലിയാണ് എന്റെ പ്രശ്നം. നമുക്ക് ശരിയാക്കടാ. ഒന്നുമില്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. മനു, നീ ഇവിടെ എത്തി 3-ാമത്തെ മണിക്കൂർ എന്നെ പോലീസ് പിടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചു തുടങ്ങി. വെറുതെ തിന്നും കുടിച്ച് തീരേണ്ടിരുന്ന എന്റെ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായി നീ വന്ന പോരാ. നീ പോയാ എങ്ങനെ ശരിയാവൂടാ? നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ച് മാറ്റാം. ആരെക്കാളും വലുത് എനിക്ക് എന്റെ കരിയറാ. എനിക്ക് പോണം. ഓ, എന്നാ പിന്നെ പോണവരൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ സാറേ, തടയണ്ട. ശരി, വാ, ഞാൻ കൂടെ വിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. എന്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകും ഞാനാണെങ്കിൽ കൊണ്ടാക്കാനും എനിക്കറിയാം. റെഡിയാ, വാ. സ്ട്രൈറ്റ് അല്ല, ലെഫ്റ്റ്. സ്റ്റേഷനിലേക്ക് നേരെയല്ലേ? എന്നെ ചന്ദ്ര ടവറിൽ വിട്ടാ മതി. അവിടെ ആരാ എന്റെ ഫ്രണ്ട്? മിറാഷ്. വിശാസോ? മിറാഷ്. മിറാഷ് പേര് കേട്ടാലറിയാം ശരിയല്ല. ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്താടാ? ഞാനിവിടെ ഇറങ്ങുക. നിക്ക്. ശരി. മായ, ഇതും കൂടെ ബാഗ് കേട്ട് ഒന്ന് വീട് വരെ പോവേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. സ്റ്റേഷനിലേക്കാണോ? ഇതാണോ എന്റെ ഫ്രണ്ട് പിശാശ്? നിന്ന് തിരിഞ്ഞു കളിക്കാണ്ട് വന്ന് കേറ് രണ്ടുപേരും. എന്താ പോണില്ലേ? ഉണ്ട്. എന്നാ വാ. നീ എന്താ ഫോൺ എടുക്കാത്തത്? പ്ലീസ്.
ആരാടി ഇവരൊക്കെ? ഏതാ ഈ താടിക്കാരൻ? ഏതാട് മിണ്ടാതിരിക്കും, പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അന്ത്യമാം രംഗം തീർന്നു നീ ഇപ്പൊ എന്തിനാ വീട്ടിൽ പോന്നേ? അമ്മ വിളിച്ചു, ഞാൻ അമ്മയെ വിളിച്ചു പറയാം. വേണ്ട, നിന്റെ കോഴ്സ് കഴിഞ്ഞില്ലല്ലോ. വീട്ടിൽ ചെന്നാലും കോഴ്സൊക്കെ ചെയ്യാം. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. മീന, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. മതി നിങ്ങളുടെ മമ്മി കളിയൊക്കെ. ഡ്രൈവർ, വണ്ടി നിർത്തണോ? നിർത്താൻ. എന്താടാ ചേച്ചി, 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 ഓട്ടോ. ഏതാണ് ഈ കച്ചറ? മാമ അത് എന്താണ് പ്രശ്നം? ഏയ്, നീ എങ്ങോട്ടേക്ക് പോകുന്നത്? മാമൂട്ട, ഞാൻ പോയിക്കോളാം. നീ ചേട്ടാ, മ്യൂസിയം. മീനാക്ഷി, ഹലോ. മായ, മീനാക്ഷി, നീ അത് വല്ലാതായല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ പൂജ. ഇത് എന്തൊരു കോലായത്? കവളോ കൊട്ടി ആകെ. മനു, യെസ്. മനു, ഹായ് മനു. നീ നമ്മുടെ മനു. ഹായ് മനു. മനു, ഹലോ മനു. ഹലോ. ആഹാ, മീനാക്ഷിയുടെ അച്ഛനെ നീ അറിയോ?